ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ ഫ്രം ഡോക്ടർ സുർക്കർ വ്ളോഗ്സ് ഹിയർ. നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ. ഞാനൊരു ഇച്ചിരി തിരക്കായിപ്പോയി, വെരി സോറി. അപ്പോൾ ഇപ്പോൾ ഏതായാലും ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു HIV-യും എയ്ഡ്സിനെയും കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്. കുറച്ചെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇത് 2 എപ്പിസോഡായിട്ടായിരിക്കാം വരുന്നത്. ഓക്കെ. പിന്നെ ഞാൻ പറയുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ സെക്കൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ വേണ്ടുന്ന ഈ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ. കാരണം എൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആണില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് സബ്ജക്റ്റാണ്. നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കുറേ കഥകളൊക്കെ പറയാൻ കിടപ്പുണ്ട്. അത് മോസ്റ്റ്ലി എൻ്റെ അനുഭവ കഥകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമെന്ന് വെച്ചാൽ HIV എന്നൊരു അസുഖം കുറച്ച് നാളായിട്ട് ആരും അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നില്ല. പണ്ട് ഞാൻ തന്നെ ക്ലാസ് എടുക്കാൻ പോകാറുള്ളതാണ്. എനിക്ക് തന്നെ അറിയാം, ഈ പറയുന്ന പോലെ ആഴ്ചയിൽ 1-2 ക്ലാസ് വെച്ചെടുക്കുമായിരുന്നു. നമ്മൾ ഒരുപാട് പേരെ ബോധവൽക്കരണം വളരെ ഉഷാറായിട്ട് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റിയുള്ള ആ ഒരു ഗുമ്മങ്ങ് പോയി. ഇതെന്തോന്നോ അങ്ങനെ വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു ഇത് വന്നു. മേ ബി അല്ലെങ്കിൽ അന്നത്തെ ഈ ക്ലാസ്സുകളൊക്കെ ഫണ്ട് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻസ് അവരും പതുക്കെ എന്താണ് ഇത് ഇത്രയും കണ്ടിന്യൂസ് പരിപാടി എന്ന് വിചാരിച്ച് അവരും ഫണ്ടിങ് കുറച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പണ്ട് ഒരുപാട് പേര് ക്ലാസ് എടുക്കാനൊക്കെ നമ്മളെ ഒരുപാട് ട്രെയിനിങ്ങും ഒക്കെ തന്ന് ക്ലാസ് എടുക്കാനായിട്ട് പലയിടത്തും വിടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നുമില്ല എന്ന് വെച്ചുകൊണ്ട് HIV ഇല്ല എന്ന് പറയാനൊക്കില്ല. HIV ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു, നമുക്ക് എത്ര കണക്ക് പറയുന്നു അത് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ഒരു കേസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 4 കേസ് നമ്മൾ കാണാത്തതുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആണ് ആഘോഷിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ലോക എയ്ഡ്സ് ദിനം വന്നത് ഡിസംബർ 1 1988 നമ്മുടെ തെക്കേ ആഫ്രിക്കയും നൈജീരിയയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ HIV രോഗികളുള്ളത് നമ്മളുടെ ഇന്ത്യയിലാണ്. ഏകദേശം 3.14 മില്യൺ ആണ് പറയുന്നത്. അത്ര ചെറിയ സംഖ്യയൊന്നും അല്ല അല്ലേ. പിന്നെ 2021 ഏകദേശം 42,000 പേര് HIV എന്ന് അറിഞ്ഞിട്ട് മരിച്ചവരുണ്ട്. ഞാൻ ഇതിൻ്റെ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. HIV ആണെന്ന് അറിയാതെയും ഒരുപാട് പേര് പോകും. അറിയാനൊക്കില്ല അത് HIV ആണെന്ന് ചിലപ്പോൾ അറിഞ്ഞെന്നിരിക്കില്ല, വേറെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും മരിക്കുന്നത്. ഓക്കെ. അപ്പോൾ HIV ആണെന്ന് അറിഞ്ഞിട്ട് മരിച്ചവരുടെ കഥയാണ് 42,000. പിന്നെ കേരളത്തിൽ HIV രോഗികളുടെ കണക്ക് പറയുകയാണെങ്കിൽ 25,000 ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ വീണ്ടും 4-1 കണക്ക് ഓർക്കുക. പിന്നെ വേറൊരു പ്രശ്നം കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ചെറുപ്പക്കാരത്ര അല്ലാത്തവരും ഒക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകത്തിലും തമിഴ്നാട്ടിലും ജോലിക്ക് പോകുന്നുണ്ട്. കേരളം ഒരു ലോ പ്രവലൻസ് സ്റ്റേറ്റാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും HIV പ്രവലൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഇവരൊക്കെ അവിടെ ജോലിക്ക് പോകുന്നവര് അവിടെ ആരും പുണ്യാളം കളിക്കും എന്ന് വിചാരിച്ചു കളയാൻ ന്യായമില്ലല്ലോ. അപ്പോൾ അവർക്ക് അവിടെ HIV പോസിറ്റീവ് ആയി കൂടായികയില്ല. ആ കണക്ക് കേരളത്തിൻ്റെ കണക്ക് വരികയില്ല. പിന്നെ
അപ്പം അവർക്കൂടെ ഉള്ള ഒരു മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് HIV, എന്താണ് എയ്ഡ്സ് എന്ന് നോക്കാം. നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സാധാരണ ഒരു വൈറസ് എന്ന് പറയുന്ന രോഗാണുവാണ് HIV ഉണ്ടാക്കുന്നത്. ഓക്കെ, എങ്കിൽ HIV പ്രത്യേകത എന്ന് വെച്ചാൽ ജലദോഷം നമുക്ക് നമ്മൾ പോലും ശ്രദ്ധിക്കേണ്ട, ജലദോഷമുള്ള അടുത്തൂടെ ആരുടെയെങ്കിലും കൂടെ പോയാൽ നമുക്ക് ജലദോഷം കിട്ടും. അതിന് നമ്മുടെ കൺട്രോളില്ല. പക്ഷെ HIV അതല്ല, നമ്മൾ ചെന്ന് ചോദിച്ച് വാങ്ങിക്കേണ്ട സംഗതിയാണ് HIV. അപ്പം അതുകൊണ്ട് തന്നെ HIV കിട്ടാതിരുത്താനും നമ്മൾ തന്നെ വിചാരിച്ചാൽ ഒരു പരിധി വരെ പറ്റും. ഇനി എന്താണ് HIV, എന്താണ് എയ്ഡ്സ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് HIV. കാരണം ചിലരെഴുതുന്ന കാണാം HIV വൈറസ് എന്ന്. HIV വൈറസ് എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം HIV ആ V എന്ന് പറയുന്ന വൈറസാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മനുഷ്യരിൽ മാത്രം കണ്ടുവരുന്നൊരു അസുഖമാണ്. ഓക്കെ, ഇനി പട്ടിക്കും പൂച്ചയ്ക്കും HIV വരാമോ എന്ന് ചോദിച്ചേക്കരുത്. ഓക്കെ, കുരങ്ങന്മാരിൽ വരും, പക്ഷെ അത് വേറൊരു ടൈപ്പാണ്. സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കുന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രോഗാണുവാണ്. ഓക്കെ, അപ്പോൾ ഈ രോഗാണു നമ്മളുടെ ശരീരത്തിൽ കടന്ന് 8-10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രോഗസമുച്ചയമാണ് ആർജിത പ്രതിരോധ ശേഷി കുറവ് അഥവാ എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥ. അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ പൂർണ്ണരൂപം. അപ്പൊ ഇത് മനസ്സിലായല്ലോ, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറച്ച് ഒടുവിൽ എന്ത് പറ്റുന്നു, നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മറ്റ് അസുഖങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ മരിക്കുന്നു. ഇനി നമ്മളുടെ ശരീരത്തിൽ HIV ഒരിക്കലെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് HIV പോസിറ്റീവ് എന്നും, ഒരിക്കലും കയറാത്തവരെ HIV നെഗറ്റീവ് എന്നും തൽക്കാലം വിളിക്കും. തൽക്കാലം എന്നുള്ളത് കാരണം HIV രോഗാണു ഉണ്ടെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് വരും. അതിനെപ്പറ്റി ഞാൻ പറയാം. ഓക്കെ, ഈ HIV എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്. ഈ DNA RNA ഒക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച ഓർമ്മയില്ലേ? അതിലെ ഈ RNA വൈറസാണ്. ഈ RNA വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് സ്വയം മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കില്ല. DNA വൈറസ് ആകുമ്പോൾ അതല്ല, അത് നമ്മുടെ ശരീരത്തിൽ അത് സ്വയം അതിൻ്റെ കൂടുതൽ 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 കോപ്പീസ് അല്ലെങ്കിൽ കൂടുതൽ വൈറസുകളെ ഉണ്ടാക്കി തനിയെ അതങ്ങ് വളർന്നു കയറും. പക്ഷെ RNA വൈറസിന് അത് പറ്റില്ല. RNA വൈറസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിനകത്ത് കയറി നമ്മുടെ കോശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വൈറസിൻ്റെ കോപ്പീസ് അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ കോശത്തെ നശിപ്പിച്ചിട്ട് അത് ചിലപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങുന്ന ലക്ഷക്കണക്കിന് വൈറസുകളായിരിക്കും. അടുത്ത കുറേ സെൽസിലോട്ട് വീണ്ടും കയറും. അവിടെയും ഇതെന്ത് ചെയ്യും, ആ സെല്ലിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് കോപ്പീസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും പോകും. അങ്ങനെ കുറെ നാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, വൈറസുകളുടെ എണ്ണം കൂടും, ഇത് കയറുന്ന കോശങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും. ഈ
വൈറസ് നമ്മുടെ ശരീരത്തിലെ T4 ലിംഫോസൈറ്റ് എന്ന ശരീരകോശത്തിലേക്കാണ് മെയിനായിട്ട് കയറുന്നത്. ഈ ലിംഫോസൈറ്റ് എന്ന പേര് നിങ്ങൾ കേട്ടത് ഓർമ്മയുണ്ടോ? നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴേ PLEM എന്നൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഈ ഈസ്റ്റോഫിൽസ് കൂടുതലാണ്, മരുന്ന് കഴിക്കണം. നമ്മൾ തുമ്മലൊക്കെ വരുമ്പോഴത്തേക്കും ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ വരുമ്പോൾ ഈസ്റ്റോഫീലിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്നില്ലേ, അതിൽ E എന്ന് പറയുന്ന സാധനം കൂടുമ്പോഴാണ്. അതുപോലെ L എന്ന് പറയുന്ന സാധനമാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരു വെളുത്ത രക്തകോശമാണ്. ആ വെളുത്ത രക്തകോശം തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഈ T4 ലിംഫോസൈറ്റ്. ഈ T4 ലിംഫോസൈറ്റിലെ തന്നെ ഒരു സാധനമാണ്, അതിലുള്ള ഒരു ടൈപ്പാണ് ഈ CD4 സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരൽപ്പം ടെക്നിക്കൽ. കാരണം അതാകുമ്പോൾ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് ഇനി കാര്യം പറയാം. മറ്റേ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് T4 ലിംഫോസൈറ്റിലെ CD4 സെൽസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലുള്ള ഇതിലാണ് ഈ രോഗമാണ് പിടിക്കുന്നത്. പക്ഷെ ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വൈറസുകൾ കയറുമ്പോൾ അതിനെതിരെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധത്തിനുള്ള ആന്റിബോഡി ഉണ്ടാക്കേണ്ട കോശങ്ങൾ. ഇപ്പൊ നമ്മളിതാ ജലദോഷം വന്നു, നമ്മളെപ്പോഴും പറയാറുണ്ട് ജലദോഷം വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ചികിത്സിച്ച ഒരാഴ്ച, ചികിത്സിച്ചില്ലെങ്കിൽ 7 ദിവസം എന്ന് പറയും അല്ലേ? അതെന്തുകൊണ്ട്? ഈ വൈറസിനെതിരെ നമ്മളുടെ CD4 സെൽസ് ഒരു ആന്റിബോഡി എന്നൊരു സാധനം ഉണ്ടാക്കി ഇതിനെ അടിച്ച് പുറത്താക്കും. അപ്പോൾ അതുപോലെ HIV കേസിലും ഇത് പിടിക്കുന്നത് CD4 സെൽസിലാണ്. CD4 സെൽസിന് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കോശമാണ് ഈ CD4. അപ്പൊ അതിനെ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് കുറേശ്ശെ നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ പ്രതിരോധ ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ HIV കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ CD4 സെൽസിനെ നശിപ്പിച്ച് കളയുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മളതിനെ എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലെത്തി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കേസാണ്, ഇത് HIV പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ പോയി, ഈ അസുഖം വന്നു, CD4 കൗണ്ട് ഒരുപാട് കുറഞ്ഞ് കംപ്ലീറ്റ് അത് പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു? അയാളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി പൂർണ്ണമായിട്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും? മറ്റ് അസുഖങ്ങൾ പിടിക്കും. മേ ബി ഈ പറയുന്ന ആ പേഷ്യന്റിന് TB എന്നായിരിക്കാം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂമോണിയ എന്നായിരിക്കാം, അല്ലെങ്കിൽ പലതരം ക്യാൻസർ എന്നായിരിക്കാം. അപ്പോൾ പേഷ്യന്റ് മരിക്കുന്ന എന്തായിട്ടാണ്? TB വന്ന് പേഷ്യന്റ് മരിച്ചു എന്നാണ് ഡയഗ്നോസിസിൽ വരുന്നത്. അല്ല HIV എന്നുള്ള അല്ലെങ്കിൽ എയ്ഡ്സ് എന്നുള്ള ഒരു പേര് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ന്യൂമോണിയ വന്ന് മരിക്കാറുണ്ടായിരുന്നു ഒരു കാലത്ത് അല്ലേ? പക്ഷെ ഇപ്പൊ അത് കുറവാണ്. അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് എല്ലാ ന്യൂമോണിയ വന്ന് മരിച്ചവരും HIV വന്ന് മരിച്ചല്ല കേട്ടോ. ഇനിയിപ്പോൾ ന്യൂമോണിയ വന്ന് മരിച്ചു കഴിഞ്ഞാൽ അവനെ ഉടനെ ക്രൂശിക്കല്ലേ. അപ്പോൾ നമുക്ക് എപ്പോൾ HIV സംശയിക്കണം എന്ന് നോക്കാം. കാണാൻ ആരോഗ്യവാന്മാരായിട്ടുള്ളവർക്ക് ഓർ മേ ബി ചെറുപ്പക്കാർക്ക് 1 ആഴ്ച മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനി. അപ്പൊ ബാക്കി ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. സംശയിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഒരുപാടെണ്ണം നോക്കി ടെസ്റ്റ് ചെയ്ത്, ബാക്കി ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് ഒക്കെ വന്നു കഴിഞ്ഞ് അതിലൊന്നും പ്രത്യേകിച്ചൊരു കാരണം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ HIV കൂടെ സംശയിക്കണമെന്നേ ഉള്ളൂ. പിന്നെ 1 ആഴ്ച മുതൽ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ. ചിലരാണെന്ന് പറ ചുമക്കുന്ന കേൾക്കാം. എൻ്റെ അടുത്ത വീട്ടിലൊരാളുണ്ട്, പുള്ളി നല്ല വലിയ
എന്നിട്ട് കാലത്ത് എണീറ്റ് നല്ല തകർപ്പൻ ചുമയാണ്. അയാളെ പാവ HIV നായ്ക്കളല്ലേ. അപ്പോൾ അങ്ങനെ വലിച്ചു വലിച്ച് കയറ്റിയിട്ടുള്ള ചുമയാണ്. അപ്പോൾ പിന്നെ വേറൊരെണ്ണം നോക്കേണ്ടതെന്ന് വെച്ചാൽ TB കൊണ്ടുവരാം. വളരെ കോമൺ ആയിട്ട് വരുന്നൊരു അസുഖമാണ് TB. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചികിത്സയുണ്ട്, ഇല്ല എന്നല്ല, എന്നാലും TB ഉണ്ട്. പിന്നെ അലർജി കോഫ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നോക്കി ഒക്കെ കഴിഞ്ഞ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ HIV കൂടെ അങ്ങനെയുള്ളവരിലൊന്ന് ടെസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരാഴ്ച മുതൽ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം, അതും ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ TB ആകാം, അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖമാകാം. ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നോക്കി ഒന്നും ഡയഗ്നോസ് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ HIV കൂടെ അങ്ങനെയുള്ള കേസുകളിൽ നോക്കും. ഇനി വായിക്കാത്ത മാത്രമല്ല, അന്നനാളത്തിലും പൂപ്പൽ ബാധ വരിക, അത് ചെറുപ്പക്കാരിലത് അത്ര കോമൺ അല്ല. പ്രായമായവരിൽ ഓഫ്കോഴ്സ് അത് ശരീരത്തിൻ്റെ പ്രതിരോധശക്തി പ്രായമായവരിൽ നഷ്ടപ്പെടുമല്ലോ, അപ്പോൾ അവർക്കത് കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ ചെറുപ്പക്കാരിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും HIV കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോ ഡോക്ടേഴ്സ് എപ്പോഴാണ് HIV സസ്പെക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ബ്രോഡ് ഔട്ട്ലൈൻ. പിന്നെ ഇനി HIV നമ്മുടെ ശരീരത്തിൽ കയറിയ എന്ത് ചെയ്യും? ഇതും കുറച്ച് ടെക്നിക്കലാണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു കാലത്ത് ഡോക്ടേഴ്സ് പോലും ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയ ഒരു സംഗതിയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തു പറ്റിയെന്ന് വെച്ചാൽ പലരും ഞങ്ങൾക്ക് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടെയാണ് പല വ്യാജ ഡോക്ടർമാരും അത് വെച്ച് മുതലെടുത്തത്. ഓക്കെ, അതായത് നമ്മുടെ HIV നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ CD4 കോശങ്ങൾ കയറി പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇത് കയറിയാൽ നമ്മുടെ ശരീരം ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പൊ ഞാൻ സാധാരണ ഈ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, ഞാനിവിടെ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്നു, ഒരുത്തൻ അല്ലെങ്കിൽ ഒരു 3-4 പേര് ബാക്ക് ഡോറിൽ കൂടെ, ഞാനവിടെ തിരിഞ്ഞ് ബോർഡിൽ എഴുതാൻ നേരത്ത് ഒരു ബാക്ക് ഡോറിൽ കൂടെ ഒരു 5-6 പേര് വന്ന് ബാക്കിൽ ഇരുന്നാൽ ഞാൻ അറിയും? ഇല്ലല്ലോ. അവന്മാരവിടെ ഇരുന്ന് പതുക്കെ കുറെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ബഹളമോ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് ഞാൻ കാണുന്നത്, ഇല്ലേ? അപ്പൊ അതുപോലെ HIV ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതവിടെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അതിനെ, അല്ലെങ്കിൽ CD4 എന്ന് പറയുന്ന സാധനം തന്നെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ആ CD4 സെൽസ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതിന് 3 ആഴ്ച മുതൽ 3 മാസം വരെ ഒരു പീരീഡ് എടുക്കും ഇത് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് പ്രശ്നം എന്താ, ഇല്ലേ? നിങ്ങൾ ചോദിക്കുമായിരിക്കും അതുകൊണ്ട് എന്താ പ്രശ്നം? അതിലെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, നമ്മള് രക്തദാനമൊക്കെ നടത്തുന്ന സമയത്ത് നമുക്കറിയാലോ, ഇപ്പൊ അതും പറഞ്ഞാൽ ഇപ്പോഴും ക്യാമ്പുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. രക്തദാനം നടത്തി, അത് ഞാൻ വേറെ ടോപ്പിക്കായിട്ട് തന്നെ പറയണമെന്ന് എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബ്ലഡ് ബാങ്ക്സ് വേണ്ട വിധത്തിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. കാരണം ഞാനും രക്തദാനത്തിന്റെ ഒരു ഓഫീസറായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. ഒരു 1.5 വർഷം ഞാൻ ഇരുന്നാണ്. ഞാൻ ഈ ഒരു കാര്യം അവിടുത്തെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറുടെ തലയിലൊക്കെ കയറ്റാൻ കുറെ ശ്രമിച്ചതാണ്. പക്ഷെ കുറച്ച് മെനക്കെട്ടിറങ്ങി കഴിഞ്ഞാൽ, ഇവിടെ ഡോണേഴ്സ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആളുകൾ മെനക്കെട്ടിറങ്ങി കഴിഞ്ഞാൽ ബ്ലഡ് കിട്ടും. കാരണം ഒരു മൊബൈൽ വാനും കൊണ്ട് ഞാൻ പോയി, എനിക്കറിയാവുന്നതാണ്, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനകത്ത്
രാത്രി 11:30 വരെ ഞങ്ങൾ ബ്ലീഡ് ചെയ്തതാണ്. അതുകൊണ്ട് ബ്ലഡൊക്കെ കിട്ടുന്ന കാര്യമൊക്കെയാണ്. അതായത് ഒരു ബ്ലഡ് ബാങ്കിൽ പോയാൽ നമ്മൾ ഡോണറെയും കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം വരരുത്. നമ്മളവിടെ ചെന്നിട്ട് ബ്ലഡ് ഇങ്ങനെ കൈ നീട്ടിയാൽ ബ്ലഡ് തരാനൊക്കണം. അപ്പൊ അത് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറാണ് ആ ബ്ലഡ് ബാങ്കിലേക്ക് എവിടുന്നാന്ന് വെച്ചാൽ ക്യാമ്പ് നടത്തി ബ്ലഡ് കളക്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. ഇത് ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നത്, അന്ന് എൻ്റെ ചിന്താഗതി ഇതായിരുന്നു. അന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഞാൻ പോയതോടുകൂടി അതും പോയി, ആ ഐഡിയയും പോയി. പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് ഇവിടുത്തെ ഒരുപാട് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസേഴ്സിനെ കണ്ട് ആ സമയങ്ങളിൽ അവരൊക്കെ ചെയ്ത്, ഈവൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇതുപോലെയുള്ളൊരു ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ ബ്ലഡിന് വേണ്ടി നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ബ്ലഡ് തരും. ഒരു മിനിമം ഇത് BPLകാർക്ക് ഫ്രീയും APLകാർക്ക് 250 രൂപയും വെച്ചിട്ടുള്ള ചെറിയ സർവീസ് ചാർജും വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ HIV നമ്മുടെ ശരീരത്തിൽ കയറി 3 ആഴ്ച മുതൽ 3 മാസം വരെ നമ്മുടെ ശരീരം ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അതിന് ഒക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ടെസ്റ്റുകൾ, സാധാരണ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന സാധാരണഗതിയിലുള്ള ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ലാബുകളിലൊക്കെ ചെയ്യുന്ന ടെസ്റ്റുകൾ, വലിയ കോസ്റ്റ്ലി ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകളിലൊന്നും തന്നെ ഈ HIV കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പൊ ഇതിന് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, രക്തദാനം ചെയ്യുമ്പോൾ, രക്തദാനത്തിന്റെ കഥ ഞാൻ നിറയെ പറഞ്ഞു, പിന്നെ അത് മതിയെന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തിയത്. അപ്പോൾ ഈ രക്തദാനം ചെയ്യുമ്പോൾ ഈ രോഗി എങ്ങാനും HIV പോസിറ്റീവായിട്ട്, അതായത് പുള്ളിക്കൊരു അൺസേഫ് സെക്ഷൽ എൻകൗണ്ടർ ഉണ്ടായി 3 മാസത്തിനകത്താണെങ്കിൽ പേഷ്യന്റ് ടെക്നിക്കലി പുള്ളിയുടെ രക്തത്തിൽ HIV രോഗാണുക്കളുണ്ട്, പുള്ളിക്കത് ബാക്കിയുള്ളവരിലേക്ക് പകർത്താനും പറ്റും. പക്ഷേ നമ്മുടെ ഈ ടെസ്റ്റ് നോക്കിയാൽ അത് കിട്ടുകയില്ല. അവിടെയാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ 2 കുട്ടികൾക്ക് മറ്റോ ഇങ്ങനെ HIV കിട്ടിയ കഥയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സമയത്തിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പീരീഡിനെ വിളിക്കുന്നത് വിൻഡോ പീരീഡ് അഥവാ ജാലകകാലം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വിൻഡോ പീരീഡ് പേഷ്യൻ്റ് വളരെ ഹൈലി ഇൻഫെക്റ്റീവ് ആണ്. കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. വൈറസ് അങ്ങ് ആടിയെ കസറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പീരീഡാണിത്. അപ്പം അതാണ് അതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇതിന് നാറ്റ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലും ചില പ്രൈവറ്റ് ലാബുകളിൽ, ഗവൺമെന്റിലൊന്നും ഇല്ല അത് തൽക്കാലം, കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള രക്തം നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റും. അപ്പൊ ആ ടെസ്റ്റ് എല്ലായിടത്തും വരണമെന്നാണ് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ ആഗ്രഹം. പക്ഷെ അത് കമ്പനിക്കാരുടെ റേറ്റ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഗവൺമെന്റിലെ ബ്ലഡ് ബാങ്കുകളിലും അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സൗകര്യമായിരുന്നു. ഈ രോഗാണു ശരീരത്തിൽ കയറിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ CD4 സെൽസ് എന്ത് ചെയ്യുന്നു? അതിനെതിരായിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാക്കും. ഓക്കെ, ആ ആന്റിബോഡി വരുമ്പോൾ, ഓഫ് കോഴ്സ് ഒരു ആന്റിബോഡി വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റുന്നു? ആ ബ്ലഡിലുള്ള HIV-യുടെ എണ്ണം കുറച്ച് കുറയുന്നേ പറയാനൊക്കുള്ളൂ. കാരണം അങ്ങ് സാധാരണ ഇപ്പം ജലദോഷത്തിനൊക്കെ ഉള്ള വൈറസിനെ ഇവൻ അടിച്ച് തടിച്ച് പുറത്ത് കളയുന്ന പോലെ അത്രയും ഒന്നും ഇല്ലേലും ചെറുതായിട്ടൊന്ന് കുറയും. ഓക്കെ, പക്ഷേ
നേരത്തെ പറഞ്ഞ പോലെ ഇതേ CD4 സെൽസിൽ തന്നെയാണല്ലോ ഈ HIV വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് CD4 സെൽസിനെ HIV നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും കുറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും CD4 സെൽസ് ഏകദേശം പൂർണ്ണമായിട്ട് നശിക്കും. ആ സമയമാകുമ്പോൾ HIV വളർന്ന് അടിച്ചു കയറാനായിട്ടൊരു ചാൻസ് കിട്ടും. HIV നേരെ വീണ്ടും ആദ്യം ഉണ്ടായിരുന്നത് പോലെ ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ താണ്ഡവം ആടും എന്നൊക്കെ പറയൂലേ, അതുപോലെ താണ്ഡവം ആടും. അപ്പോൾ നമ്മുടെ ഈ വിൻഡോ പീരീഡ് കഴിഞ്ഞാൽ നമ്മുടെ CD4 സെൽസ് HIV റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്താൽ HIV പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ വിൻഡോ പീരീഡിൽ HIV ശരീരത്തിൽ ഉണ്ടെങ്കിലും പേഷ്യൻ്റ് HIV നെഗറ്റീവാണ്. ഓക്കെ, പക്ഷെ വിൻഡോ പീരീഡ് കഴിയുന്നതോടുകൂടി എന്ത് പറ്റുന്നു, നമ്മുടെ ശരീരത്തിൽ ഉള്ള വൈറസിനെ നമ്മുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെതിരെ ഇതുണ്ടാക്കുമ്പോഴത്തേക്കും HIV പോസിറ്റീവ്. ഇനി ഇതിൻ്റെ അവസാന സമയമാകുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ CD4 കോശങ്ങൾ മുഴുവൻ ഏകദേശം നശിച്ചു പോകും. വൈറസ് ഇത്ര ഉണ്ടെങ്കിലും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ CD4 സെൽസിന് ഇതിനെതിരായിട്ടുള്ള ആന്റിബോഡി ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ HIV നെഗറ്റീവായിട്ട് വരും. അപ്പോൾ HIV പോസിറ്റീവായ ഒരു രോഗി കുറച്ച് നാൾ കഴിഞ്ഞ് HIV നെഗറ്റീവ് ആയാൽ അതിനർത്ഥം അസുഖം മാറിയെന്നല്ല, പകരം പേഷ്യൻ്റ് പൂർണ്ണമായ എയ്ഡ്സിന് കീഴ്പ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് വെച്ചാണ് ചില തട്ടിപ്പുകാർ, ഞാൻ ആരാണെന്ന് സ്പെസിഫിക് ആയിട്ട് ആരുടെ പേര് പറയണ്ട എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് അയാൾ മരിച്ചു പോവുകയും ചെയ്തു. ഒരാള് ഇവിടെ കേരളത്തില് ഒരു ഇതുപോലെ തന്നെ പുള്ളിയുടെ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് HIV പോസിറ്റീവായിട്ട് ആദ്യം ടെസ്റ്റ് കാണിക്കും, എന്നിട്ട് പുള്ളിയുടെ മരുന്ന് കൊടുക്കും. 5-8 വർഷം കൊടുക്കും മരുന്ന്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും HIV നെഗറ്റീവ് ആവും. നിങ്ങളുടെ HIV രോഗം സുഖപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിടും. അത് നല്ല കോസ്റ്റ്ലി മെഡിസിനാണ്. പാവങ്ങൾ ഒരുപാട് പേര് അതിനെ ഈ പറയുന്ന കേട്ട് വാങ്ങിച്ചു കഴിച്ചു. കാരണം ഡോക്ടർമാർ പറഞ്ഞാലും ഇതുപോലെ തന്നെ ഡോക്ടർമാർക്ക് എന്തോ തട്ടിപ്പ്, ഇതൊന്നും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് ഒരു മോഡേൺ മെഡിസിൻ അല്ല, മറ്റൊരു സിസ്റ്റമാണ് പുള്ളി കൊടുക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള അസൂയ കൊണ്ട് പറയുന്ന എന്നുള്ള ഒരു ഇതിൽ പലരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ പറ്റിയെന്ന് വെച്ചാൽ ഈ സോ കോൾഡ് ക്യൂവേർഡ് എന്ന് പറഞ്ഞ ആൾക്കാർക്കെല്ലാം കുറെ കഴിഞ്ഞപ്പോൾ അവര് മരിച്ചു പോകേണ്ട ഒരു സ്റ്റേജ് വന്നു. എയ്ഡ്സ് കൂടിയിട്ട് മരിച്ചു പോകുന്ന സ്റ്റേജ് എത്തി. അപ്പോൾ പക്ഷെ അയാൾ നന്നായി, അയാൾ വലിയൊരു വീട് കൊച്ചിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവസാനം ഇവിടെയുള്ള HIV പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്, കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കി അതിനെതിരെ ഇതാക്കി കേസ് കൊടുത്തു. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അയാൾ ഈ സാധനവും കൊണ്ട് നേരെ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ ഹൈവേയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഒരു വലിയ ആശുപത്രി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അന്നും കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പുള്ളിയെ കാണാൻ പോകുമായിരുന്നു എന്നുള്ളത് ഒരു ഫാക്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തത് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പൊ ഇനിയും പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് തുടങ്ങി വന്നേ ഉള്ളൂ. പിന്നെ 30 മിനിറ്റിനപ്പുറം പോണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ തൽക്കാലം നിർത്തുന്നത്. നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ഇത് മുഴുവൻ കാണണം. പിന്നെ ഇതിനകത്തുള്ളത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം, HIV പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്, ഇന്നത്തെ ലോകത്തിന്റെ ആവശ്യമാണ്.
പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടന്റെ പുറത്തിട്ട് കുട്ട് കൊടുക്കാനായിട്ട് ഇനി ഞാൻ വേറെ പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.